നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂളൂർ. 10/4/2026 വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും കൂടി. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 80 രൂപ, ഒരു പവൻ്റെ മുകളിൽ 640 രൂപയാണ് കൂടിയത്. ഇനി 22 ക്യാരറ്റ് 13,965, ഒരു പവൻ 1,11,720 അതുപോലെ 24 ക്യാരറ്റ് 15,235, ഒരു പവൻ 1,21,880 അതുപോലെ 18 ക്യാരറ്റ് 11,426, ഒരു പവൻ 91,408 ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം വില RSS 4 കിലോ 231, RSS 5 കിലോ 227, ISNA 20 199, ലാറ്റക്സ് 60% ആഴ്ചയിലുള്ള 158.50. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 227. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ആഴ്ചയുള്ള ഒട്ടുപാൽ കിലോ 147, 60% ആഴ്ചയുള്ള ഒട്ടുപാൽ കിലോ 110.25. നഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 219, RSS 5 കിലോ 216. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 257.97, RSS 5 കിലോ 257.54. ഇന്നത്തെ റബ്ബർ വിലയിൽ RSS 4, 5 അങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്, മാറ്റമില്ലാതെ തുടരുകയാണ്. കുട്ടികൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി ഗൂഗിൾ പേ അവതരിപ്പിച്ചതാണ് പോക്കറ്റ് മണി. ചിലവുകൾ കൃത്യമായി മേൽനോട്ടം വഹിക്കാൻ മാതാപിതാക്കളെ സഹായിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ പോക്കറ്റ് മണി ആപ്പ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും UPI ID ഇല്ലാത്തവർക്കും UPI ഇടപാടുകൾ നടത്തുന്നതിനായി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഭീം പേയ്മെൻറ്റ് ആപ്പിൽ അവതരിപ്പിച്ച UPI സർക്കിൾ ഫുൾ ഡെലിഗേഷൻ എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം. ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെ അക്കൗണ്ടുകൾ വഴി പണമിടപാടുകൾ നടത്താനാണ് ഇത് കൂടുതൽ പ്രയോജനപ്പെടുക. എന്നാൽ ആ ഫോണിൽ ഗൂഗിൾ പേ ആപ്പ് ഉണ്ടായിരിക്കണം. കുട്ടികളെയോ കുടുംബത്തിലെ മറ്റംഗങ്ങളെയോ ഇത്തരത്തിൽ ഇടപാട് നടത്താൻ അനുവദിക്കാനാകും. ഓരോ ആവശ്യത്തിനും മാതാപിതാക്കളോട് പണം ചോദിക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനാകും ഈ ആപ്പിലൂടെ. ഡിജിറ്റൽ പേയ്മെൻറ്റ് രംഗത്തേക്ക് കടന്നു വരുന്ന പുതുതലമുറയ്ക്ക് ഉത്തരവാദിത്തോടു കൂടി പണം കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുക എന്നതാണ് ഈ പുതിയ ഫീച്ചറിലൂടെ ഗൂഗിൾ ലക്ഷ്യമിടുന്നത്. കുട്ടികൾ പണമടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അത് അവർ അംഗീകരിച്ചാൽ മാത്രമേ ഇടപാട് പൂർത്തിയാകൂ. സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിയമാനുസൃതമായ KYC നടപടികൾ ഗൂഗിൾ പേ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതിനു പുറമെ മാതാപിതാക്കൾ കുട്ടികളുമായുള്ള ബന്ധം സ്ഥിരീകരിക്കുകയും ആവശ്യമായ തിരിച്ചറിയൽ രേഖകൾ നൽകുകയും വേണം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.